ഒരു നിമിഷത്തേക്ക് നമ്മുടെ തലകളെ വണക്കി കത്ത് സാന്നിധ്യം നമ്മോടുകൂടെ ഉള്ളത് ഓർത്തുകൊണ്ട് അവിടുത്തെ അനുഗ്രഹ ആശിസ്സുകൾ നമ്മുടെ മേൽ സമൃദ്ധിയായി ചൊരിയുന്നതിന് ഏക മനസ്സോടെ ഏക ആത്മാവിൽ നമുക്ക് പ്രാർത്ഥിക്കാം. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നാം ഈ പുണ്യസ്ഥലത്ത് കൂടി വന്നിരിക്കുന്നത് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ഉത്തരവാദിത്വങ്ങളെയും ഒന്ന് പരിശോധിക്കുന്നതിനും പുനർചിന്തനം ചെയ്യുന്നതിനും കൂടുതൽ അർപ്പണബോധത്തോടെ നമ്മുടെ ജീവിതം തുടരുന്നതിനും വേണ്ടിയിരിക്കുന്ന ഊർജം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ്. കർത്താവേ, ഇവിടെ നടക്കുന്ന ചർച്ചകളും നടക്കുന്ന ആരാധനകളും അതുപോലെ തന്നെ മറ്റ് അന്യോന്യമുള്ള സംഭാഷണങ്ങളും എല്ലാം തന്നെ ഞങ്ങളുടെ ആത്മീയ ഉദവിക്ക് പര്യാപ്തമാകുവാൻ തക്കവണ്ണം അവിടുന്ന് പ്രവർത്തിക്കണമേ. ഇതൊരു ഉല്ലാസയാത്രയായി വന്നിവിടെ ദിവസം ചെലവിടുകയല്ല. ഇതൊരു പ്രത്യേക യജ്ഞമായി ഞങ്ങൾ കണ്ട് ആ വിധത്തിൽ ഇതിൽ സംബന്ധിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകൾ നിൻ്റെ ഇഷ്ടപ്രകാരവും ഞങ്ങളുടെ ഹൃദയങ്ങളിലെ ധ്യാനം നിൻ്റെ മുൻപാകെ പ്രസാദകരവുമായിരിക്കുമാറാകണമേ. ആമേൻ. എൻ്റെ വൈഫിനെ പറ്റി പരാമർശിച്ചതുകൊണ്ട് ഞാൻ ആദ്യമേ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് അനുസ്മരണം നടത്തിക്കൊണ്ട് ഞാൻ തുടരാം എന്ന് വിചാരിക്കുന്നു. ഞാൻ എഴുതിയ ഒരു പുസ്തകമുണ്ട്, കൂട് അണഞ്ഞ ഇണക്കിളി. ആ പുസ്തകം 3 പതിപ്പ് ആയി കഴിഞ്ഞു. ഇപ്പോൾ 4ാമത്തെ പതിപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം അംഗീകാരം ആ പുസ്തകത്തിന് ലഭിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നിങ്ങൾക്കറിയാം, ഡോക്ടറായിരുന്നു, DMO ആയി. അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റിൻ്റെ ഡയറക്ടറായിട്ടാണ് റിട്ടയർ ചെയ്തത്. റിട്ടയർ ചെയ്ത് കഴിഞ്ഞ ശേഷം മറ്റ് പല ആശുപത്രികളിലും വിളിച്ചു സേവനം അനുഷ്ഠിക്കുവാനായിട്ട്. ഇല്ല, ഞാൻ പോകുന്നില്ല, എനിക്കൊരു പേഷ്യൻ്റ് മാത്രമേ ഉള്ളൂ നോക്കാനായിട്ട്. അതെപ്പോഴും ഞാൻ അവിടെ തന്നെ വേണ്ടിയിരിക്കുന്നു ആ പേഷ്യൻറ്റിനെ നോക്കുവാൻ എന്ന് പറഞ്ഞ് എൻ്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടാണ് പിൽക്കാലം മുഴുവനും ജീവിച്ചത്. അതിൽ കിട്ടുന്ന സമയം മുഴുവനും വേദപുസ്തകം വായിക്കുമായിരുന്നു. ഒരു കൊച്ചു ചൂരൽ കസേരയുണ്ട്, അത് ജനലിൻ്റെ അടുക്കലോട്ടിരുന്ന് മുഴുവൻ സമയം എപ്പോഴൊക്കെ വിശ്രമമുണ്ടോ അപ്പോഴൊക്കെ വേദപുസ്തകമുണ്ട്. സമാജത്തിനോ പള്ളി മറ്റ് യോഗത്തിനോ എന്തിനു പോയാലും വേദപുസ്തകം കയ്യിൽ കാണും. അത് മറ്റുള്ളവർക്കൊരു മാതൃകയും ദൃഷ്ടാന്തവും പ്രചോദനവുമായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുകൂടിയാണ് വേദപുസ്തകം കൊണ്ടുപോകുന്നത്. ഞാൻ ചോദിച്ചു ഒരിക്കൽ, എത്ര പ്രാവശ്യം വേദപുസ്തകം വായിച്ചിട്ടുണ്ടാവും ഫ്രം കവർ ടു കവർ, ഫ്രം ജെനിസിസ് ടു റെവലേഷൻ? അപ്പോൾ എന്നോട് ചോദിച്ചു, എന്തിനാ? അല്ല, ഒന്നറിയാൻ വേണ്ടി. എപ്പോഴും ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എത്ര പ്രാവശ്യം വായിച്ചു എന്നൊന്നറിയാൻ വേണ്ടി ചോദിക്കുന്നുള്ളൂ. 20 പ്രാവശ്യമെങ്കിലും വായിച്ചു കാണും. ഞാൻ അതിശയം വിചാരിച്ചു, റിട്ടയർമെൻറ്റിന് ശേഷം ഈ വേദപുസ്തകം ഇത്രയും അധികം പ്രാവശ്യം ആവർത്തിച്ച് വായിച്ച് ചില വാക്യങ്ങൾ ഞാൻ ചെന്ന് അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട്, ഈ വാക്യം എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അത് എടുത്തു തരുവാൻ തക്കവണ്ണം ഉള്ള ഒരു കഴിവുണ്ടായിരുന്നു. അതേക്കാൾ ഏറ്റവും മാതൃകയായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്, ഇപ്പം ജീവിച്ചിരിപ്പില്ല, അതുകൊണ്ട് എനിക്ക് പറയാം. ഞാൻ വെളുപ്പിനെ വളരെ നേരത്തെ എഴുന്നേൽക്കുന്ന ആളാണ്. 3:30 എഴുന്നേൽക്കും, എൻ്റെ കൂടെ എഴുന്നേൽക്കും. ഞാനും കൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കും. 1/2 മണിക്കൂർ പ്രാർത്ഥന കഴിഞ്ഞാൽ പിന്നെ ഞാൻ അല്പം യോഗ ചെയ്യും, 1 മണിക്കൂർ സമയം. ആ സമയത്ത് അപ്പുറത്തെ മുറിയിൽ പോയിരുന്ന് വേദപുസ്തകവും ഡിവോഷണൽ ബുക്കും വായിച്ചുകൊണ്ട് ആ 1 മണിക്കൂർ സമയം മുഴുവനും ചെലവിടും. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ യോഗയൊക്കെ കഴിയുമ്പോൾ ഒരു കപ്പ് ചായ കൊണ്ട് തരും. അത് വേലക്കാരിയുണ്ട്, പക്ഷെ വേലക്കാരിയെ കൊണ്ട് തരിക്കില്ല, വിളിക്കുകയുമില്ല. ആദ്യത്തെ ദിവസത്തെ ആ കൈനീട്ടൽ സ്വന്തം കൈ കൊണ്ട് തന്നെ തരണം എന്നൊരു നിർബന്ധമുണ്ടായിരുന്നത് കൊണ്ട് ഒരു കപ്പ് ചായ കൊണ്ട് തന്നിട്ടാണ് പിന്നത്തെ ദിനകൃത്യങ്ങളിലേക്കൊക്കെ പ്രവേശിക്കുന്നത്.
ഞാൻ സൂചിപ്പിച്ചത് ദൈവത്തിൻ്റെ വചനത്തോടുള്ള ഒരു ആഭിമുഖ്യം അത് ഞാൻ മറ്റ് അധികം വനിതകളിലും കൊച്ചമ്മമാരിലും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, മറ്റൊരു വിധത്തിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നമുക്ക് ദൈവവചനം അത്രമാത്രം പ്രിയങ്കരമായി തീരുവാൻ അതുപോലെ തന്നെ ഒരു സമയം കൃത്യമായി പാലിച്ച് ബൈബിൾ പഠനത്തിനും വായനയ്ക്കും പ്രഭാതത്തിലുള്ള ജാഗരണം അത് നിശ്ചയമായി ചെയ്യുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുന്നു. ഞാനിവിടെ വന്നപ്പോഴാണ് പ്രാർത്ഥനയിൽ ഉണർന്നിരിപ്പീൻ എന്നുള്ള നിങ്ങളുടെ ഈ വർഷത്തെ സന്ദേശം, നിങ്ങളുടെ ഒരുമിച്ചുള്ള ചിന്താവിഷയം അതാണെന്നുള്ള വസ്തുത ഞാനിവിടെ വരുമ്പോഴാണ് അറിയുന്നത്. പ്രാർത്ഥനയുടെ ഏറ്റവും മുഖ്യമായ ഒരു ഘടകം എന്ത് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, നിങ്ങൾ പലരും വിചാരിച്ചിരിക്കുന്നത് അപേക്ഷകളാണെന്നാണ്. അല്ല, അപേക്ഷകളാണ് നമ്മുടെ പ്രാർത്ഥനയിൽ മുന്നിട്ട് നിൽക്കുന്നത്. അത് തരണം, ഇത് തരണം, ഇത് വേണം, അത് വേണം, ഇങ്ങനെയുള്ള അപേക്ഷകളെ കൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ തന്നെ പ്രകർഷനുള്ള അർത്ഥന യാചന ദൈവത്തിന് മുമ്പ് അപേക്ഷിക്കുന്ന അല്ല. അതുകൊണ്ടാണ് കുറിച്ചിയിലെ ബാവ ഒരിക്കലും നമുക്ക് പ്രാർത്ഥിക്കാം എന്നൊരിക്കലും ബാവ പറയില്ല. ആരെങ്കിലും പറഞ്ഞാൽ ബാവ തിരുത്തുമായിരുന്നു. എടാ, പ്രാർത്ഥിക്കാനല്ല പോകുന്നത്, പിന്നെ എന്തിനാ പോകുന്നത്? നമസ്കരിക്കാനാണ്. നമസ്കാരമാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നടത്തുന്നത്. അതിൻ്റെ ഒരു ഘടകം മാത്രമാണ് പ്രാർത്ഥന, അപേക്ഷ. മറ്റത് നമസ്കാരമാണ് ദൈവസന്നിധിയിൽ നാം നടത്തുന്നത് എന്ന് എപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇവിടെ ഓർക്കുന്നു. അതിൽ നമ്മുടെ പ്രാർത്ഥനയിൽ, നമ്മുടെ നമസ്കാരത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു ഘടകമാണ് സങ്കീർത്തനങ്ങൾ എന്നുള്ളത്. നമുക്കറിയാം, സന്ധ്യാപ്രാർത്ഥനയിൽ സങ്കീർത്തനമുണ്ട്, സൂത്താറ നമസ്കാരത്തിൽ സങ്കീർത്തനങ്ങളുണ്ട്, പ്രഭാതത്തിലുണ്ട്. നമ്മുടെ ഏത് ശുശ്രൂഷ നാം എടുക്കുന്നുണ്ടെങ്കിലും അവിടെയെല്ലാം സങ്കീർത്തനം ഉണ്ട്. അത് മസ്മൂറ എന്ന പേരിലാണ് എഴുതിയിരിക്കുന്നത് മാത്രം, സുറിയാനി പാരമ്പര്യം ആയതുകൊണ്ട്. ഞാൻ സങ്കീർത്തന ധ്യാനം എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നെനിക്ക് നിശ്ചയമില്ല. അത് ഇല്ലെങ്കിൽ അതൊരു പുസ്തകം വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും എന്ന് ഞാൻ പറയട്ടെ. ഞാൻ ഈ അടുത്ത സമയത്ത് ഏകദേശം 2 ആഴ്ചയായി തോന്നുന്നു, പാലായിലെ പള്ളിക്കാപ്പറമ്പിൽ തിരുമേനിയുടെ 92ാം ജന്മദിനം, അതിൽ ഞാൻ അദ്ദേഹത്തെ അനുമോദിക്കാനായിട്ട് പാലായിൽ പോയിരുന്നു. പത്രത്തിലൊക്കെ പടമൊക്കെ വരികയൊക്കെ ചെയ്തതാണ്. അദ്ദേഹത്തിന് ഞാൻ ഈ പുസ്തകം കൊടുത്തു, എൻ്റെ ഒരു ഉപഹാരമായിട്ട്, സങ്കീർത്തനത്തെ പറ്റിയുള്ളത്. അദ്ദേഹം എനിക്കൊരു കത്ത് ഈ കഴിഞ്ഞ ദിവസം അയച്ചു. അത് വളരെ എനിക്ക് ഏറ്റവും സ്നേഹമുള്ള എന്ന് പറഞ്ഞുകൊണ്ട് ജോഷുവ അച്ഛൻ എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ഞാൻ ആ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കത് വളരെ ഹൃദ്യമായി അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എനിക്ക് എഴുതിയത് ഞാൻ ഓർക്കുന്നു. അത് വലിയ ഒരു അംഗീകാരമായി ഞാൻ കാണുന്നു. അതുപോലെ തന്നെയാണ് ക്രിസോസ്റ്റം തിരുമേനി മാർത്തോമായിലെ അദ്ദേഹവും പലർക്ക് ഈ പുസ്തകം സമ്മാനമായിട്ട് കൊടുക്കുകയും പലരോട് വായിക്കണം എന്ന് പറയുകയും ചെയ്യാറുണ്ട്. പോകട്ടെ, അത് ഞാനൊന്ന് ശുപാർശ ചെയ്യുന്നു എന്ന് മാത്രം. ഈ സങ്കീർത്തനങ്ങളിൽ വെച്ച് ഏറ്റവും മുഖ്യമായിരിക്കുന്ന ഒരു സങ്കീർത്തനം നമ്മളെപ്പോഴും ചൊല്ലുന്നതാണ് 51ാം സങ്കീർത്തനം. എന്നാൽ കൃതജ്ഞത, സ്തോത്രം അർപ്പിക്കുന്ന ഒരു സങ്കീർത്തനം ഏത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, 103ാം സങ്കീർത്തനമാണ്. നമ്മുടെ പ്രാർത്ഥന, നമസ്കാരത്തിൻ്റെ, ദൈവസന്നിധിയിലുള്ള നമ്മുടെ ജാഗരണത്തിൻ്റെ മുഖ്യ വിഷയം എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും കൃതജ്ഞതയാണ്, സ്തോത്രമാണ്. ദൈവത്തിനും സ്തോത്രം അർപ്പിക്കുന്നതാണ്. നമ്മുടെ കൗമാരുടെ ആരംഭം തന്നെ ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്നതാണ്. അതുപോലെ നിനക്ക് സ്തുതിയും സ്തോത്രവും സദാ ഇപ്പോഴും സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാക്കണമേ. നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെയും അപേക്ഷ ഒരു ചെറിയ ഘടകമായിട്ടേ വരുന്നുള്ളൂ. മറ്റത് മുഴുവനും സ്തോത്രമാണ്, കൃതജ്ഞതയാണ്. അങ്ങനെ എങ്കിൽ നമുക്ക് ഈ 103ാം സങ്കീർത്തനം ഇന്ന് നമ്മുടെ പഠനത്തിലും ധ്യാനത്തിലും നമുക്ക് വിഷയമാക്കാം. എന്താ വിഷയം
ദൈവത്തിന് കൃതജ്ഞത, സ്തോത്ര അർപ്പണം എന്നാണ് അതിൻ്റെ വിഷയമായി ഞാൻ കൊടുക്കുന്നത്. ഈ സങ്കീർത്തനം റഷ്യൻ ഓർത്തഡോക്സ് സഭയിൽ കുർബാനയുടെ ഭാഗമായിട്ട് അവരെന്നും വായിക്കുന്നതാണ്. കുർബാനയിലൊരു ഭാഗമാണിത്. ആകട്ടെ, ഞാനൊന്ന് ചോദിക്കാം, നമ്മുടെ കുർബാനയിൽ എത്ര സങ്കീർത്തനങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? നമ്മുടെ കുർബാനയിൽ എത്ര സങ്കീർത്തനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്? വീട്ടിൽ ചെന്ന് അച്ഛന്മാരോടൊന്ന് ചോദിച്ചറിയണം. ഞാൻ പറയുന്നില്ല. അതിൽ അച്ഛന്മാർ രഹസ്യമായി ചൊല്ലുന്ന സങ്കീർത്തനങ്ങളും കൂടിയുണ്ട്. അതുകൊണ്ട് അത് നിങ്ങളാരും അറിയത്തില്ല. അച്ഛന്മാർക്ക് രഹസ്യമായിട്ട് ആകെ എത്ര സങ്കീർത്തനങ്ങൾ നമ്മുടെ കുർബാനയിലുണ്ട് എന്നുള്ളത് ചോദിച്ചറിയാൻ ഞാൻ വിടുന്നു. എന്നാൽ ഇത് ഈ 103-ാം സങ്കീർത്തനം നമുക്കില്ല. റഷ്യൻ ഓർത്തഡോക്സ് സഭയിൽ ഇത് അവരുടെ കുർബാനയിൽ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയിൽ അവരുടെ കുർബാനയിൽ ചേർത്തിരിക്കുന്നു. എന്തുകൊണ്ടാണ് കാര്യം? നിന്റെ വായിക്ക് അവൻ നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു എന്നുള്ള വാക്യം കുർബാനയോട് ബന്ധപ്പെടുത്തിയ വായിക്ക് തൃപ്തി വരുത്തുന്ന ഒന്ന്. അതുകൊണ്ടത് കുർബാനയിൽ ചേർത്തിരിക്കുന്ന രഹസ്യമാണ്. റഷ്യൻ സഭയിൽ പ്രഭാത പ്രാർത്ഥനയിൽ ഈ സങ്കീർത്തനം ചേർത്തിട്ടുണ്ട്. അവരെന്നും ഈ സങ്കീർത്തനം പ്രഭാത പ്രാർത്ഥനയിൽ ചൊല്ലും. അതെന്താ കാരണം? ഉദയം അസ്തമയത്തോട് അടുത്തിരിക്കുന്ന പോലെ എന്നാണോ? അകന്നിരിക്കുന്നത് പോലെ, ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കും. ഈ 103-ാം സങ്കീർത്തനം ആധാരമാക്കി ഇംഗ്ലീഷിലൊരു പ്രസിദ്ധമായൊരു പാട്ടുണ്ട്. അത് നിങ്ങൾ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും. പ്രൈസ് മൈ സോൾ ദ കിങ് ഓഫ് ഹെവൻ. കേട്ടിട്ടുണ്ട് ആ പാട്ട്? എനിക്ക് ഇംഗ്ലീഷിൽ പാടുന്നതിന്. എന്നാൽ മലയാളത്തിലൊരു നല്ല പാട്ടുണ്ട് 103-ാം സങ്കീർത്തനത്തെ ആധാരമാക്കി. ആർക്കെങ്കിലും അറിയാമോ ആ പാട്ട്? നമ്മളൊക്കെ ചൊല്ലുന്നതാ. 103-ാം സങ്കീർത്തനത്തെ ആധാരമാക്കി മലയാളത്തിലൊരു പാട്ട്. അറിയാൻ പാടില്ല? പാടാം. വാഴ്ത്തുക നീ മനമേ എൻ പാരനെ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ വാഴ്ത്തുക തൻ ശുദ്ധനാമത്തെ പേർത്തു, പാർത്ഥിവൻ തൻ ഉപകാരത്തെ ഓർത്ത്, വാഴ്ത്തുക നീ മനമേ എൻ പാരനെ, വാഴ്ത്തുക നീ മനമേ. അധികം പേർക്കും ആ പാട്ട് അറിയാൻ പാടില്ല. പഴയ പാട്ടാണ്, വളരെ ഹൃദ്യമായൊരു പാട്ടാണ്. താഴോട്ട് പോകുമ്പോഴും മക്കളിൽ കാരുണ്യം താതനെന്നോളം, ഭക്തരിൽ വാത്സല്യവാൻ അവൻ നൂനം, വാഴ്ത്തുക നീ എൻ പാലനെ, വാഴ്ത്തുക നീ മന. നന്മയാൽ വായിക്കവൻ തൃപ്തിയെ തന്നു, നവ്യമാക്കുന്നു നിൻ യൗവനമിന്ന്, വാഴ്ത്തുക നീ വാഴ്ത്തുക നീ മനമേ. പോകട്ടെ, ആ പാട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. അത് 103-ാം സങ്കീർത്തനം ഹൃദ്യമായി ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പാട്ടാണ്. 23-ാം സങ്കീർത്തനം ആവിഷ്കരിച്ചിട്ടുള്ളത് നമുക്കറിയാം. അതുപോലെ ഇത് 103-ാമത്തെ ഒന്ന് ഓർക്കുവാൻ. ആകട്ടെ, ഇതിനകത്ത് പ്രധാനമായി പ്രതിപാദിക്കുന്ന വിഷയം ഞാൻ പറഞ്ഞല്ലോ. ഈ സങ്കീർത്തനത്തിൽ എന്താ? കൃതജ്ഞത, സ്തോത്രം, ഗ്രാറ്റിറ്റ്യൂഡ്, താങ്ക്ഫുൾനെസ്. ഇതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട വിഷയം. ഇന്ന് സമൂഹത്തിൽ ഇല്ലാത്തത് എന്തെന്ന് ചോദിച്ചാൽ കൃതജ്ഞതയാണ്, താങ്ക്ഫുൾനെസ്. ദൈവത്തോട് സ്തോത്രം പറയുന്ന കാര്യമൊന്നുമില്ല ഇന്ന്. എന്തുകൊണ്ടാണ്? കാരണം ഒരു കൊച്ചൻ പഠിച്ചു മിടുക്കനായിട്ട് അവന് മാർക്കൊക്കെ വാങ്ങിച്ച് ഫസ്റ്റ് ക്ലാസ്സൊക്കെ കിട്ടിയപ്പോൾ അമ്മ പറഞ്ഞു, എടാ മോനെ, ഈ മെഴുകുതിരി നീ കൊണ്ടുപോയി പള്ളി കത്തിച്ചേച്ച് അവിടെ പോയി കുരിശും തൊട്ടൊരു കാശുമിട്ട് പ്രാർത്ഥിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അവൻ പറയുക,
ഞാൻ നന്നായിട്ട് ഉറക്കളച്ചിരുന്ന് പഠിച്ചിട്ട് എനിക്ക് മാർക്ക് കിട്ടി, അതിനിപ്പം ഞാൻ അവിടെ കൊണ്ട് മെഴുകുതിരി ഒന്നും കത്തിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് അവൻ പറഞ്ഞത്. വേറൊരു കൊച്ചിനോട് അവൻ്റെ ക്ലാസ് ടീച്ചർ പറഞ്ഞു, എന്താണെന്നറിയാമോ, ടു ബി താങ്ക്ഫുൾ ടു ഹിസ് പേരൻസ്. നിൻ്റെ അപ്പനോടും അമ്മയോടും നീ നന്ദിയുള്ളവനായിരിക്കണം. അവൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ, അവരുടെ ആനന്ദത്തിന് അവരെന്നെ ജനിപ്പിച്ചു എന്നുള്ളത് കവിഞ്ഞ് മറ്റൊന്നുമില്ല എന്ന്. ഫോർ ദെയർ പ്ലഷർ ദേ ഗേവ് ടു മീ. എന്നെ ജനിപ്പിച്ചത് അവരുടെ സന്തോഷത്തിന് വേണ്ടി അവർ ഒന്നു ചേർന്നപ്പോൾ ഞാൻ ഉണ്ടായിപ്പോയി. അതിനെനിക്ക് പ്രത്യേകിച്ച് അവരോട് നന്ദിയൊന്നും വേണ്ട എന്ന് പറയുന്ന ഒരു തലമുറയിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. കൃതജ്ഞതയില്ല. പിന്നെ ഇന്ന് മറ്റുള്ളവർ സേവനമുണ്ടോ, അത് അവകാശമായി. ഇന്ന് ആർക്കും ആരുടെയും ഓശാരമൊന്നുമല്ല, നന്ദിയൊന്നുമില്ല. ഇന്ന് എല്ലാം അവകാശം നേടിയെടുക്കുന്നു, അവകാശത്തിൻ്റെത്. ഇങ്ങനെയുള്ളത് കൊണ്ട് ഇന്ന് ഈ നന്ദിയുടെ ഒരു അനുഭവം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇല്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു പരിതാപകരമായ കാര്യമാണ്. ഞാൻ പറയും, ഒരു ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും മുഖ്യമായ ഒന്ന് ടു ബി താങ്ക്ഫുൾ ടു ഗോഡ് ഓൾ ദ ടൈം. എപ്പോഴും ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്ന, ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്ന ഒരു അനുഭവമാണ് ആത്മീയതയുടെ മുഖ്യമായ ഒരു ഘടകം. അതല്ലാതെ മറ്റൊന്നുമല്ല. ഒരാൾ എഴുതുകയാണ്, ഹെയ്ലി ബർട്ടൺ, BURTON HALY, ഹെയ്ലി ബർട്ടൺ. അദ്ദേഹം പറയുകയാണ്, when I am in the lowest depths എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും നിരാശനാകുമ്പോൾ I can pull myself back into the sunshine through the duty of thankfulness. ഞാൻ ഏറ്റവും നിരാശനാകുമ്പോൾ പ്രസന്നതയുടെ പ്രകാശത്തിലേക്ക് വരാൻ കഴിയുന്നത് കൃതജ്ഞത അർപ്പിക്കുന്നതിൽ കൂടിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ പലപ്പോഴും ഇല്ലാത്തതിനെ പറ്റിയാണ് നമ്മുടെ പരാതികളൊക്കെ. ഉള്ളതിനെപ്പറ്റി സ്തോത്രം ചെയ്യുവാൻ പലപ്പോഴും കഴിയുന്നില്ല. ജീവിതത്തിൽ എല്ലാറ്റിനെ പറ്റിയും സ്തോത്രം ചെയ്യുന്ന ഒരു അനുഭവം. ഒരിക്കൽ കോറി ടെൻബൂൺ എന്ന് പറയുന്ന ഒരു വനിത, വലിയൊരു സ്ത്രീയാണ്. അവർ ഈ നാസി ഹിറ്റ്ലറുടെ പീഡനത്തിൻ്റെ കാലത്തൊക്കെ അതിനെ അതിജീവിച്ച ഒരു വലിയ ഒരു ധീരതയായ ഒരു വനിതയാണ്. അവർ ഒരിക്കൽ പറയുകയാണ്, I grumbled that I had no shoes until I saw someone with no feet. എനിക്ക് ഷൂസില്ലെന്നും പറഞ്ഞ് ഞാൻ പരാതിപ്പെട്ടുകൊണ്ട് നടക്കുകയായിരുന്നു. പക്ഷേ ഒരുത്തിന് കാലില്ലാത്ത ഒരുത്തിനെ കണ്ടപ്പോഴാണ് എനിക്ക് കാലിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാൻ എപ്പോഴും ഗ്രംബ്ലിങ്, ഈ ഒരു അനുഭവം നമുക്കുണ്ട്. അതുകൊണ്ട് ഏറ്റവും അധികമായി ഓർക്കുവാനുള്ള ഒരു കാര്യം ഈ സ്തോത്രവും കൃതജ്ഞതയും പ്രാർത്ഥനയുടെ മുഖ്യ ഘടകമായി നിങ്ങളുടെ ജീവിതത്തിൽ വരണം. അത് വരുമ്പോൾ ഉള്ളൊരു പ്രസന്നത മുഖത്ത് തന്നെ ഉണ്ടാകും. എപ്പോഴും ഇങ്ങനെ പരാതിപ്പെട്ടുകൊണ്ടും നിരാശപ്പെട്ടുകൊണ്ടും ഇല്ലല്ലോ അതില്ലല്ലോ എന്നുള്ളതല്ല, നേരെ മറിച്ച് ദൈവത്തിൻ്റെ നന്മകളെക്കുറിച്ച് ഓർക്കുവാൻ. ഞാനൊരു വിശുദ്ധനെക്കുറിച്ചുള്ള ഒരു ഡെഫിനിഷൻ ഒരിടത്ത് വായിക്കുകയുണ്ടായി. നമ്മൾ വിശുദ്ധനെന്ന് പറഞ്ഞാൽ പരിമല തിരുമേനിയും പാമ്പാടി തിരുമേനിയും ഒക്കെ വിശുദ്ധന്മാർ എന്ന് നമ്മൾ കണക്കാക്കുന്നു, അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്ന പ്രാർത്ഥനയിലുള്ള മനുഷ്യരെന്ന്. പക്ഷെ ഈ ആള് ഹൂ ഈസ് എ സെയിൻറ്റ് എന്നുള്ളതിന് അദ്ദേഹം കൊടുക്കുന്ന ഹൂ ഈസ് ദ ഗ്രേറ്റസ്റ്റ് സെയിൻറ്റ് ഇൻ ദ വേൾഡ്, ലോകത്തിലെ ഏറ്റവും വിശുദ്ധനായ ഒരു മനുഷ്യൻ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം കേട്ടുകൊള്ളുക. ഇറ്റ് ഈസ് നോട്ട് ഹീ ഹൂ പ്രേസ് ഓർ ഫാസ്റ്റ് മോസ്റ്റ്, ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുകയും ഏറ്റവും അധികം ഉപവസിക്കുകയും ചെയ്യുന്നവനല്ല. ഇറ്റ് ഈസ് നോട്ട് ഹീ ഹൂ ഗിവ്സ് ആംസ്, ഏറ്റവും കൂടുതൽ ദാനം കൊടുക്കുന്നവനല്ല. ഓർ ഈസ് മോസ്റ്റ് എമിനന്റ് ഫോർ ടെമ്പറൻസ്, ചാസ്റ്റിറ്റി ഓർ ജസ്റ്റിസ്, ആത്മനിയന്ത്രണമുള്ളവനായി മദ്യപാനമോ മറ്റൊന്നും ഇല്ലാത്ത ഒരാളായിട്ടുള്ളവൻ. ബട്ട് ഇവരാരുമല്ല. ബട്ട് ഇറ്റ് ഈസ് ഹീ ഹു ഈസ് ഓൾവേസ് താങ്ക്ഫുൾ ടു ഗോഡ്, ഹു റിസീവ്സ്
everything has an instance of God's goodness, and he has a heart always ready to praise God. അത് മലയാളം ഞാനത് വായിച്ചാൽ ഇങ്ങനെ ഇരിക്കും: ലോകത്തിലെ ഏറ്റവും വലിയ വിശുദ്ധൻ ആരാണ്? ഏറ്റവും അധികം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവനല്ല, ധാരാളം ദാനം ചെയ്യുന്നവനല്ല, ലഹരി സാധനങ്ങൾ വർജിച്ച് നീതിയും ശുദ്ധിയും പുലർത്തുന്നവനുമല്ല, പിന്നെയോ ദൈവത്തോട് എല്ലായ്പ്പോഴും കൃതജ്ഞനായിരിക്കുന്നവനാണ്, എല്ലാം ദൈവത്തിൻ്റെ നന്മയിൽ നിന്ന് ലഭിക്കുന്നു എന്ന് ചിന്തിക്കുന്നവനാണ്, അവയ്ക്കെല്ലാം വേണ്ടി ദൈവത്തെ സ്തോത്രം ചെയ്യാൻ സദാ സന്നദ്ധമായ ഹൃദയം ഉള്ളവനാണ്. ഈസ് എ സെയിന്റ്. ഇത് എനിക്ക് നിങ്ങൾക്കൊക്കെ ഈ വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് എത്താൻ ഒക്കും. ഹൃദയത്തിൽ എപ്പോഴും ഇത് വരുത്തുവാൻ നമുക്ക് കഴിഞ്ഞാൽ, അങ്ങനെയുള്ള ഒരാളായിരുന്നു ഈ 103-ാം സങ്കീർത്തനം എഴുതിയ ആൾ. വേദപുസ്തകം ഉണ്ടല്ലോ, നോക്കിയാട്ടെ. അതിൽ ആരെഴുതിയെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്? അതിൻ്റെ ഹെഡിങ്ങിൽ ആരുടെ? ദാവീദിൻ്റെ സങ്കീർത്തനം. ഇവിടെ വേദപുസ്തകം കൊണ്ടുവരാത്തവർ ഒത്തിരി പേരുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ അതിൽ പോരായ്മയാണ്. കൊച്ചന്മാരാണെങ്കിലും ഞാൻ ഉള്ള കാര്യം പറയും. ബൈബിൾ ഈസ് ഇമ്പോർട്ടൻറ്റ്. ക്യാരി ദ ബൈബിൾ ആൻഡ് ദ ബൈബിൾ വിൽ ക്യാരി യു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇത് ഒന്ന് ഈ വേദപുസ്തകം കൊണ്ടാണ് ഞാൻ നടക്കുന്നത്. പലരും എന്നോട് ചോദിച്ചു, അച്ഛന് നല്ല വേദപുസ്തകം വാങ്ങിക്കരുതോ, ഈതിക്കൊണ്ടാണ് അച്ഛൻ നടക്കുന്നതെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അവർക്ക് മറുപടി നൽകും, ഈ വേദപുസ്തകം ഇപ്പം മാത്രമല്ല, ഇനി എന്നെ പെട്ടി വയ്ക്കുമ്പോഴും നെഞ്ചത്ത് ഇത് വെച്ചുകൊണ്ടിരിക്കാൻ കുരിശ് വേണം, അതിന് കൂടി ഇതും കൂടെ വെച്ചുകൊണ്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന്. അത് കാരണമുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഞാൻ ഒരു വലിയ പ്രതിസന്ധിയിൽ ആയിരുന്നു. നാക്കേൽ 4 സൂചികൾ വെച്ചുകൊണ്ട് 7 ദിവസം ഒരു മുറിക്കകത്ത് അടച്ച് പുറത്ത് താഴിട്ട് പൂട്ടി രാവും പകലും അവിടെ മാത്രം കഴിഞ്ഞുകൂടേണ്ടി വന്ന അവസരമുണ്ട്. 6400 യൂണിറ്റ് റേഡിയം കടത്തിയ 4 സൂചികൾ നാക്കിൻ്റെ അടിയിൽ തറച്ചു വെച്ചിട്ട് നൂല് പുറത്തോട്ട് കൊണ്ടുവന്ന് ഇവിടെ വന്ന് ഒട്ടിച്ച് നാക്കകത്തോട്ടിട്ട് അത് കഴിഞ്ഞപ്പോൾ നാക്കങ്ങ് നീര് വെച്ചു. ഉമിനീരിറക്കാൻ പോലും പാടില്ല, കിടക്കാൻ മേല. 7 ദിവസം മുഖം കഴുകിയിട്ടില്ല, മറ്റൊന്നും കഴിച്ചിട്ടില്ല. ആ ഒരു അനുഭവത്തിൽ 7 ദിവസം കഴിഞ്ഞു. എങ്ങനെ? കിടക്കുന്നതിനും വേദന ഭയങ്കരം. ഈ നാക്കേലി സൂചിയും വെച്ചും കൊണ്ടിരിക്കുമ്പോൾ അന്ന് എൻ്റെ കൂടെ കൂട്ടുണ്ടായിരുന്ന ഇത് മാത്രമാണ്. വായിക്കും, പിന്നെയും തിരിച്ചു വയ്ക്കും, വേദന വരുമ്പോൾ പിന്നെയും അതിനകത്ത് നോക്കും. ഇങ്ങനെ എൻ്റെ പ്രതിസന്ധിയിൽ ഏറ്റവും തുണയായിരുന്ന മറ്റാരേക്കാൾ കൂടുതൽ ശക്തമായി പ്രചോദനവും ആശ്വാസവും ധൈര്യവും തന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത്രമാത്രം ശക്തമായി പറയുന്നത്. നമ്മൾ വേദപുസ്തകം എഴുന്നള്ളിച്ചുകൊണ്ട് പോകും. എവിടെ? റാസയ്ക്ക് പോകുമ്പോൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകും. ഇവിടെ കൊണ്ടുവച്ച് കുമിയുന്നു, ധൂമം വെച്ചും കൊണ്ട് മുത്തുകയും ചെയ്യും. പക്ഷെ വായിക്കുന്ന രീതിയില്ല എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വലിയ പരാജയം എന്ന് ഞാൻ പറയട്ടെ. അതുകൊണ്ടാണ് പെന്തുക്കൊസ്തുകാരനും മറ്റുള്ളവരൊക്കെ വന്ന് ഓരോന്ന് ചോദിക്കുമ്പോൾ വായും വെള്ളം വിഴുങ്ങി ഇരിക്കുന്നതല്ലാതെ ഉത്തരം പറയുവാനോ നമ്മളുടെ വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ എങ്ങനെയെന്ന് വേദാധിഷ്ഠിതമാണെന്ന് പറഞ്ഞ് സമർത്ഥിക്കുവാനോ ഒക്കാതെ പോകുന്നത്. അതുകൊണ്ടാണ്. പോകട്ടെ, ഞാൻ സൂചിപ്പിച്ചത് ഈ 103-ാം സങ്കീർത്തനം എഴുതിയ ആൾ ഒരു വലിയ ഭക്തനായ ഒരു വ്യക്തിയാണ്. അത് ഈ സങ്കീർത്തനത്തിൽ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഇത്രയധികം ദൈവത്തിന് താങ്ക്സ് ഗിവിങ് കൊടുക്കുന്നത്. നമുക്ക് അക്കമിട്ട് നോക്കാം. ഒന്നാമത് അവിടെ പറയുന്നത് ഈ സ്തോത്രം എങ്ങനെയാണ് അർപ്പിക്കേണ്ടത് എന്ന്. ഫസ്റ്റ്, എങ്ങനെ സ്തോത്രം അർപ്പിക്കണം? താങ്ക്സ് ഗിവിങ് ഇൻവോൾവ്സ് അവർ ഹോൾ ബീയിങ്. നമ്മുടെ വ്യക്തിത്വം മുഴുവനും ചേർന്നാണ് ഈ സ്തോത്രവും സ്തുതിയും ദൈവത്തിന് അർപ്പിക്കേണ്ടത്.
കേവലം അധരം കൊണ്ട് സ്തോത്രം സ്തോത്രം എന്ന് പറയാനല്ല. അങ്ങനെ പറയുന്നവരുണ്ട്. ചിലർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവേ സുനാമി ഇവിടെ വലിയ കെടുതി വന്നല്ലോ, സ്തോത്രം, എന്താ ഉടലി വന്നതിന് സ്തോത്രം വന്നേലും എപ്പോഴും ഇങ്ങനെ ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. നേരെ മറിച്ച് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സ്തോത്രം ഉയരുന്നത് അത് അധരത്തിൽ നിന്ന് വരുന്നതല്ല. മൈ ഹോൾ ബീയിങ്, ഇവിടെ പറയുന്നത് എൻ്റെ സർവ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, പിന്നെ എൻ്റെ സർവ അന്തരംഗവുമേ. ഏതൊക്കെ അന്തരംഗം? എൻ്റെ വികാരം, എൻ്റെ വിചാരം, എൻ്റെ ഇച്ഛാശക്തി, എൻ്റെ മനസാക്ഷി, എൻ്റെ ആന്തരികമായ ഘടകങ്ങൾ എല്ലാം ഉൾപ്പെടെ. അല്ലാതെ ഇവിടെ നിന്ന് മാത്രം സ്തോത്രം സ്തുതി എന്ന് പറയുന്നതല്ല. അതായി ഈ സങ്കീർത്തകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇറ്റ് ഷുഡ് കം ഔട്ട് ഓഫ് യുവർ ഓൺ ഹാർട്ട്, നിന്റെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വരണം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഓർക്കുവാനായിട്ടുള്ളത്. ആ ഒരു അനുഭവത്തിനാണ് ഇവിടെ പറയുന്നത്, ഓൾ ദാറ്റ് ഈസ് വിതിൻ മീ പ്രൈസ് ദ ലോർഡ്, എല്ലാം ദൈവത്തെ സ്തുതിക്കട്ടെ എന്നാണ് പറയുന്നത്. നമ്മുടെ സ്തോത്രം ഏത് ഹൃദയത്തിൽ നിന്ന് വരുന്നു എന്നുള്ളത്, അല്ലാതെ ചുണ്ടുകൊണ്ട് സ്തോത്രവും സ്തുതിയും പറയുന്നതല്ല. കർത്താവ് നോക്കിയപ്പോൾ 2 ചില്ലിക്കാശിൻ്റെ ഒരു വിധവയുണ്ട്. അവരെപ്പറ്റി വളരെ പ്രശംസിച്ചു പറഞ്ഞു. മറ്റതിനേക്കാളൊക്കെ വലിയ നോട്ടുകളും അതുപോലെ തന്നെ ദിനാറുകളൊക്കെ ഇട്ടവരുണ്ട്. അവരുടെ ആരുടെയും കാര്യം പ്രസ്താവിച്ചില്ല. എന്തുകൊണ്ടാണ് ഈ 2 ചില്ലിക്കാശിട്ട സ്ത്രീയുടെ കാര്യം എടുത്തു പറയുവാൻ കാര്യം? പ്രശംസാരൂപമായി ശിഷ്യന്മാരോട് പറയുവാൻ കാര്യം എന്താ? അതവളുടെ ഹൃദയത്തിൽ നിന്ന് അവളുടെ ജീവിതത്തിൽ നിന്ന് അവൾക്കുള്ളതെല്ലാം ദൈവത്തിന് കൊടുക്കുവാനാണ്. എന്തെങ്കിലും നക്കാപ്പിച്ച് ഇടുന്നതല്ല. അതാ വരുന്നൊരു വ്യത്യാസം. പലരും ഇതിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും അങ്ങോട്ട് ഇടുന്നു എന്നുള്ളതല്ല, മുഴുവനായിട്ട് അവളെ തന്നെ കൊടുക്കുന്നതിന് തുല്യമാണ്. മറ്റൊന്നും അവൾക്ക് ജീവിക്കാൻ ഇനിയില്ല. ദ ഹോൾ ബീയിങ് മുഴുവനായി അവൾക്ക് കൊടുത്തു. കർത്താവ് പ്രശംസിക്കുന്നത് എങ്ങനെയുള്ള സ്തോത്രത്തെ എന്ന് ചോദിച്ചാൽ നിന്റെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വരുന്ന അനുഭവത്തെയാണ്. അതുകൊണ്ടാണ് കുർബാനയിൽ പട്ടക്കാരൻ നല്ല ഇമ്പകരമായ ശബ്ദത്തിൽ കുറേ അച്ഛന്മാരൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു സന്തോഷം. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നവരാണെന്നും എനിക്കറിയാം. കുർബാനയിൽ എന്താ ചൊല്ലുന്നത്? നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും സന്നിധിയിൽ ആയിരിക്കണം എന്നാ നമ്മളോട് പറയുന്നത്. ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും എല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്ന മിശിഹാതമ്പുരാൻ്റെ അടുക്കൽ ആയിരിക്കണം എന്ന് പറയുമ്പോൾ ഭംഗിയായിട്ട് നമ്മൾ പറയും. എന്താ പറയുന്നത്? ദൈവമായ കർത്താവെങ്കിൽ ഇരിക്കുന്നു. പാവമുണ്ടെങ്കിൽ പറയുന്ന അല്ലാതെ എത്ര പേരുടെ ശ്രദ്ധ ആ സമയത്ത് ഉന്നതത്തിൽ മഹത്വനായിരിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ട്. ദാറ്റ് ഇസ് എ ടെസ്റ്റ്. അത് പറയുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടും അവളെങ്ങനെ നിൽക്കുന്നു അവനെങ്ങനെ നിൽക്കുന്നു ഈ വിധത്തിലല്ലേ നമ്മളെ ആരാധനയെ സംബന്ധിക്കുന്നത്. ആരാധനയിൽ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ബോധവും നമ്മുടെ വിചാരവും നമ്മുടെ ഇച്ഛാശക്തിയും ഓൾ ദി ഇന്നർ ബീയിങ് എല്ലാം ഉയർത്തി. അതാ സങ്കീർത്തനക്കാരനും പറയുന്നത്, എൻ മനമേ, പിന്നെ പറയുന്നത് എൻ്റെ സർവ അന്തരംഗവുമേ. മുമ്പേ പറഞ്ഞതല്ല, അതാ ബോധവും വിചാരവും എല്ലാം അതാണ്. ആ വിധത്തിൽ ആയിരിക്കേണ്ടതാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. പോകട്ടെ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, എങ്ങനെ സ്തോത്രം ചെയ്യണം? ഹൃദയംഗമമായി, ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നമ്മൾ വിചാരവും എല്ലാം അതിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് കേവലം അധരസേവയായി അധപ്പതിക്കരുത് നമ്മുടെ സ്തോത്രങ്ങൾ, നമ്മുടെ സ്തുതികൾ എന്നുള്ളത്. ഇനിയും എന്തിനു വേണ്ടി സ്തോത്രം ചെയ്യണം? താങ്കിങ് ഗോഡ് ഫോർ വാട്ട് ഹി ഡസ് ടു അസ്. അവിടെ നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ഓർക്കാം. 6 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അവിടുന്ന് നമുക്ക് ചെയ്തു തന്ന കാര്യങ്ങൾ അത് ഓർക്കുമ്പോൾ മനസ്സിൽ നിന്ന് സ്തോത്രം ഉയരുന്നു. ഒന്നാമത്തെ കാര്യം, ശരീരത്തിനുള്ളതുണ്ട്, ആത്മാവിനുള്ളതുണ്ട്, ജീവിതത്തിന് മുഴുവനായിട്ടുള്ളതുണ്ട്,
ഇങ്ങനെയുള്ള ആ കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ടാണ് പറയുന്നത്. ആദ്യം ആത്മാവിൽ ലഭിക്കുന്ന കൃപയാണ്. മൂന്നാമത്തെ വാക്യം അവിടെ എന്താ പറയുന്നത്? അവൻ നിന്റെ അകൃത്യം ഒക്കെയും മോചിക്കുന്നു. ഹി ഫർഗിവ്സ് ഓൾ യുവർ ഇനിക്വിറ്റീസ്. പാപക്ഷമയാണ് ഏറ്റവും വലിയ ആവശ്യം. അതാണ് നമുക്ക് തരുന്ന. കുറ്റബോധത്താൽ നീറിപ്പോകുന്നവർ ഒട്ടേറെ പേരുണ്ട്. അത് മനസ്സിലിരിപ്പുണ്ട് ഇപ്പോഴും. അതുകൊണ്ട് ഹൃദയത്തിൽ സ്വസ്ഥതയില്ല. ആ പാപത്തിൽ നിന്നുള്ള മോചനം ലഭിക്കാത്തത് കൊണ്ടാണ് പല രോഗങ്ങളും കടന്നു വരുന്നത്. ദഹനക്കേടുണ്ടാകുന്നു, ബ്ലഡ് പ്രഷർ ഉണ്ടാകുന്നു, മറ്റു പലതും സംഭവിക്കുന്നതിൻ്റെ കാരണം ആന്തരികമായി ഈ സംഘർഷമാണ്. മറിച്ച് അത് ഹൃദയത്തിൽ നിന്ന് ഏറ്റുപറഞ്ഞ് ഒരു മോചനം കിട്ടിക്കഴിയുമ്പോൾ ലഭിക്കുന്ന വണ്ടർഫുൾ റിലീഫ്, അതാ നീ പാപമൊക്കെയും മോചിക്കുന്നു എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഓർക്കണം. ഇത് കൂടാതെ മറ്റു കൃപകളൊന്നും സാധ്യമല്ല. അതുകൊണ്ട് പാപം മോചിച്ചു എന്നല്ല, പിന്നെയോ എങ്ങനെയാ അവിടെ പറയുന്നത്? മോചിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രസന്റ് ടെൻസ്, നോട്ട് ഇൻ ദ പാസ്റ്റ്. ഇന്നും അവിടുന്ന് നമ്മുടെ പാപങ്ങളെയൊക്കെ മോചിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഉള്ളത്. പക്ഷെ മോചിക്കുന്നതിന് ഒരു വ്യവസ്ഥ വേദപുസ്തകത്തിൽ വെച്ചിട്ടുണ്ട്. അതെന്താ വ്യവസ്ഥ എന്നറിയാമോ? യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 9-ാമത്തെ വാക്യം. 1 യോഹന്നാൻ 1:9. നാം നമ്മുടെ പാപങ്ങളെ എന്താ പിന്നത്തത് ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ നമ്മോട് ക്ഷമിച്ച് സകല അകൃത്യവും പോക്കി ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനാകുന്നു എന്ന്. എന്താ വ്യവസ്ഥ അവിടെ വെച്ചിരിക്കുന്നത്? പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ ദൈവത്തിൻ്റെ മുമ്പാകെ, ദൈവത്തിൻ്റെ മധ്യസ്ഥൻ്റെ മുമ്പാകെ നാം ഏറ്റുപറയുന്നു എന്നുള്ളത്. പാപമോചനം ഇത് ആവശ്യമാണ്. ഇന്നിപ്പം പാപമോചനം വേണ്ടല്ലോ. ഇന്ന് അച്ഛൻ തലിക്ക് പിടിച്ചാൽ മതി. തലിക്ക് ഏതോ പിടിക്കുന്നു എന്ന് പറഞ്ഞ പോലെ അച്ഛൻ തലിക്ക് പിടിക്കുന്നു എന്നാ പറയുന്നത് തന്നെ. ഞാൻ നമ്മള് മെത്രാച്ചന്മാർക്കും ബാവാനും ഒക്കെ കൂടെ ചേർന്നൊരു കത്തയച്ചിരുന്നു. ഇപ്പോഴത്തെ ഈ തലിക്ക് പിടുത്തം ഒന്ന് മാറ്റേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട്. എന്താ എന്ന് ചോദിച്ചാൽ, ഇപ്പോഴത്തെ തലിക്ക് പിടുത്തം എന്ന് പറയുന്നത് ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. ഏറ്റു പറയുന്നവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഫോർമുലയ ഇപ്പോഴുള്ളത്. ഏറ്റു പറഞ്ഞതും ഏറ്റു പറയാൻ വിട്ടുപോയിട്ടുള്ളതുമായ പാപങ്ങൾക്ക് മോചനം നൽകുന്നു എന്നാ പറയുന്നത്. അപ്പൊ ഏറ്റുപറച്ചിൽ നടത്താത്തപ്പോൾ ഇതിങ്ങനെ ചൊല്ലുന്നത് തെറ്റല്ലേ എന്ന് ഞാൻ ചോദിച്ചു. ഇത് മുമ്പ് ഉദ്ദേശിച്ചിട്ടുള്ളതല്ല ഇങ്ങനെയുള്ള ഒരു ഹൂസോയോ കൊടുക്കുന്നത്. ഇത് പിൽക്കാലത്ത് വന്നതൊന്നാണ്. അതിനേക്കാൾ ഇന്നിപ്പോ ഏറ്റവും അധപ്പതിച്ചിരിക്കുന്ന ഒന്ന്, യാതൊരു ഒരുക്കവും വേണ്ട. ഇത് അച്ഛന് തലിക്ക് പിടിച്ചാൽ മതി, പിന്നെ വാ തുറന്നാൽ മതി, കുർബാന അനുഭവിച്ച് സുഖമായി വീട്ടിൽ പോവാം. ഞാനൊരു പള്ളിയിൽ ചെന്ന് എന്നോട് പറഞ്ഞു, അച്ഛാ ഹൂസോയോ കൊടുക്കാനായിട്ട് ഞാൻ പടിഞ്ഞാറോട്ട് ഒരു സ്ത്രീ ബാഗും കൊടയും എടുത്ത് അവരങ്ങോട്ട് അവിടെ വരെ പോയതാണ്. അപ്പം ഞാൻ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരിക്കുന്ന കണ്ടപ്പോൾ തിരിച്ചിങ്ങോട്ട് വന്നിട്ട് ആ ബാഗും കൊടയും അവിടോട്ട് ഇട്ടേച്ച് വന്നാൽ ക്യൂവിൽ പറയും ഇങ്ങനെ നിൽപ്പുണ്ട്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക അവരുടെ ഒരുക്കം എന്തോ ഉണ്ടായിരുന്നുവെന്ന്. അതുകൊണ്ട് ഞാനൊരു നിർദ്ദേശം വെച്ചത്, മുമ്പ് കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് കുർബാനയെ അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥന ആരും ചൊല്ലിക്കൊടുക്കില്ല. ഇപ്പം ചൊല്ലിക്കൊടുക്കുന്നുണ്ടോ? ഉണ്ട്. ഹൃദ്യമായ പ്രാർത്ഥന എല്ലാവരെയും ചൊല്ലുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ ഹൂസോയോ പ്രാപിക്കാൻ വന്ന് നിൽക്കുന്നവരെ കൊണ്ടൊക്കെ അനുതാപത്തിൻ്റെ പ്രാർത്ഥന ഏറ്റ് ചൊല്ലിക്കണം. അവർ ചൊല്ലിക്കൊടുക്കണം, അവർ ചൊല്ലണം. ചൊല്ലിക്കഴിഞ്ഞിട്ട് ഹൂസോയോ അവർക്ക് പാപം ആബ്സല്യൂഷൻ കൊടുക്കുന്നുവെങ്കിൽ അത് അവർക്ക് സ്പർശിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴെനിക്ക് മറുപടി വന്നു. അത് മറുപടി അയച്ചു എന്നുള്ളത് സന്തോഷമാണ്. മറുപടി വന്നു, ഇപ്പോൾ നടക്കുന്നവരൊക്കെ അങ്ങ് നടന്നേച്ചാൽ മതി എന്ന് പറഞ്ഞ് എനിക്ക് മറുപടി, അതാ സുനോദോസിലെ തീരുമാനം എന്ന് പറഞ്ഞ് എനിക്ക് മറുപടിയും വന്നു. ഞാനിവിടെ പറഞ്ഞത്, ഈ നമ്മുടെ ഈ പാപമോചനം എന്ന് പറയുന്നത് ദൈവസന്നിധിയിലുള്ള ഏറ്റുപറച്ചിലിൻ്റെ ഒരു ആവശ്യമുണ്ട്. അത് ചുമ്മാതെ ഉള്ളതല്ല. അത് നമ്മൾ ഇന്ന് കംപ്ലീറ്റായിട്ട് വിട്ടുപോയി. ഇന്നിപ്പോൾ ഏറ്റുപറച്ചിൽ എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ
പള്ളിയിലെ പൊതുയോഗത്തിൽ അംഗത്വം നേടാൻ വേണ്ടിയുള്ള ഏതോ ഒരു സൂത്രമെന്നുള്ളത് അല്ലാതെ ഇത് എൻ്റെ ജീവിതത്തിലൊരു ഒരുക്കവും എൻ്റെ ജീവിതത്തിന് പ്രത്യേകമായ ആത്മശോധനയും ശുദ്ധീകരണവും വരുത്തുവാനുള്ള ഒരു ഉപാധിയാണ് എന്നുള്ളത് വിട്ടുപോയി. അതുപോകട്ടെ, ഞാനിവിടെ സൂചിപ്പിച്ചത് ഈ പാപം എന്നുള്ളത് നമ്മുടെ മനസ്സിലിരിക്കുന്നിടത്തോളം കാലം അത് ശരീരത്തെയും ബാധിക്കും. അതുകൊണ്ടാണ് പക്ഷപാത രോഗിയായ ഒരുവനെ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ ആദ്യം കർത്താവ് പറഞ്ഞത്, നിന്റെ കാലിൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് നീ എഴുന്നേറ്റ് പോ എന്നാണ് പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? നിന്റെ പാപങ്ങൾ മോചിച്ചു വന്നിരിക്കുന്നു. ആദ്യം അതാ ആവശ്യം. അത് കഴിഞ്ഞിട്ട് മതി കാലിൻ്റെ സൗഖ്യം. പിന്നെ നീ കിടക്കെടുത്ത് നടക്കാൻ പറഞ്ഞത്. ആന്തരികമായ സൗഖ്യം ഉണ്ട് എങ്കിൽ മാത്രമേ ശാരീരികമായ സൗഖ്യം ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾക്ക് പലർക്കും ശാരീരികമായ ചില അസുഖങ്ങളൊക്കെ ഉണ്ട്. മാറിപ്പോകാത്ത തലവേദന, അതുപോലെ മറ്റു പലതുമുണ്ട്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഏറ്റുപറയപ്പെടാത്ത പലതും ആത്മാവിനെ ബാധിക്കുന്നതായി, മനസ്സിനെ അലട്ടുന്നതായി ഉണ്ട് എങ്കിൽ ദാറ്റ് വിൽ ബി റിഫ്ലക്റ്റഡ് ഇൻ യുവർ ഫിസിക്കൽ ഹെൽത്ത്. അത് നിങ്ങളുടെ ആരോഗ്യത്തിലേക്ക് അത് പ്രതിഫലിക്കും. അതുകൊണ്ട് പാപമോചനം എന്നുള്ളത് അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പോൾ ഒന്നാമത്തെ അനുഗ്രഹം എന്താ? അവൻ നിങ്ങളുടെ സകല പാപവും മോചിക്കുന്നു. ഒന്ന് പറ, അത് കേൾക്കാനായിട്ട്. സകല പാപങ്ങളും മോചിക്കുന്നു. ആത്മാവിന് ലഭിക്കുന്ന വലിയ അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു. രണ്ടാമത്തേത് ശരീരത്തിന് ലഭിക്കുന്നതാണ്. അതെന്താ അവിടെ പറയുന്നത്? നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അതിനേറ്റവും വലിയൊരു സാക്ഷിയാണ് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത്. അവൻ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ഒരു പേരുണ്ട്, യഹോവ റോഫേ. എന്താ വാക്കിൻ്റെ അർത്ഥം? സൗഖ്യമാക്കുന്ന യഹോവ. യഹോവയുടെ പേരിനോട് ചേർത്ത് 7 വാക്കുകൾ ഇങ്ങനെയുള്ള പേരുകളുണ്ട് പഴയ നിയമത്തിൽ. അറിയാമോ? അത് 7. യഹോവ നിസി, യഹോവ ഈരെ. അർത്ഥം എന്താ? യഹോവ ഈരെ കരുതിക്കൊള്ളും. യഹോവ നിസി, യഹോവ എൻ്റെ കൊടി. പിന്നെ യഹോവ റാഫെ ഇപ്പം പറഞ്ഞു, സൗഖ്യമാക്കുന്ന, ഞാൻ സൗഖ്യമാക്കുന്നു. യഹോവ സൗഖ്യമാക്കുന്ന യഹോവ. പിന്നെ യഹോവ ഷമ്മ, അർത്ഥം യഹോവ അവിടെ. പിന്നെ തീർന്നോ? 7 ഞാൻ പറഞ്ഞത്. യഹോവ ശാലോം, എന്താ അർത്ഥം? യഹോവ സമാധാനം. പിന്നൊന്നുണ്ട്, യഹോവ എലോഹി ഇല്ല. യഹോവ റോയ്, കേട്ടിട്ടില്ല? 23-ാം സങ്കീർത്തനം തുടങ്ങുന്ന യഹോവ റോയ് എന്ന് പറഞ്ഞ, യഹോവ എൻ്റെ റോയ് എന്ന് പറഞ്ഞ ഇടയൻ, യഹോവ ഇടയനാകുന്നു എന്നാണ്. ഇനി ഒന്നും കൂടിയുണ്ട്, യഹോവ മെഖത്ത് സ്കീം, ഞാൻ ശുദ്ധീകരിക്കുന്ന ദൈവമാകുന്നു. 7 പേരുകളുണ്ട് യഹോവയോട് ചേർത്ത്. അതിലൊന്നാണ് എന്ത്? ഇപ്പോൾ നമ്മൾ യഹോവ റാഫെ, സൗഖ്യമാക്കുന്ന യഹോവ. പുറപ്പാട് പുസ്തകം 15:26, ഞാൻ സൗഖ്യമാക്കുന്ന യഹോവ എന്നാ പറയുന്നത്. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്തായിരുന്നു? സൗഖ്യമാക്കൽ. 3 കാര്യങ്ങളാണ്: പ്രീച്ചിങ്, ടീച്ചിങ് ആൻഡ് ഹീലിംഗ്. ഇത് 3 കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഉണ്ടായിരുന്നത്. അതിൽ ഹീലിംഗ് പ്രധാനപ്പെട്ട ഒന്നാണ്. അവിടുന്ന് വിശന്നും ക്ഷീണിച്ചു അക്കരെ ചെന്നപ്പോഴേക്ക് വിശ്രമിക്കാൻ ചെന്നപ്പോൾ രോഗികളെല്ലാം കണ്ടപ്പോൾ ഇടയിലില്ലാത്ത ആടുകളെ പോലെ ഇവരെ കണ്ടെന്ന് മനസ്സലിയുന്നു എന്ന് പറഞ്ഞ് അവർ രോഗികളായവരെ ഒക്കെ സുഖപ്പെടുത്തി. ആകട്ടെ, ശിഷ്യന്മാരെ അയക്കുമ്പോൾ എന്തിനു വേണ്ടി അവരെ അയച്ചത്? എന്തു ചെയ്യാനാണ്? എന്താ നിയോഗം? വാട്ട് വാസ് ദ കമ്മീഷൻ? പ്രീച്ചിങ് ഉണ്ട്. പ്രധാന സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നുള്ളത് പ്രസംഗിക്കണം. 2, രോഗികളെ സുഖമാക്കുവാൻ, ഭൂതഗ്രസ്തരെ സൗഖ്യമാക്കുവാൻ, മരിച്ചവരെ ഉയർപ്പിക്കുവാൻ. ഇത് വലിയ ദൗത്യമാണ്. രോഗികളെ സൗഖ്യമാക്കുന്ന ഒരു അനുഭവം എന്നുള്ളത്. അവിടുന്ന് ഔഷധങ്ങൾ ഉപയോഗിച്ചും സൗഖ്യമാക്കിയിട്ടുണ്ട്. ഔഷധം എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ മോഡേൺ മെഡിസിൻ ഒന്നും അല്ല എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. കണ്ണിൽ പിറവിക്കുള്ളരെ സൗഖ്യമാക്കിയത് എങ്ങനെ നിങ്ങൾക്കറിയാം. പോകട്ടെ, ഞാൻ സൂചിപ്പിച്ചത് ഈ നമ്മെ സൗഖ്യമാക്കുന്നു എന്നുള്ളത്. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ എഴുതിയൊരു ചെറിയ പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ രോഗം എന്ന
തുടർക്കഥയും വിശ്വാസ പ്രതിരോധവും എന്ന ദൈവമേ നീ എൻ്റെ ദൈവം. അത് സബ് ഹെഡിങ്ങാണുള്ളത്. എൻ്റെ രോഗങ്ങളുടെ വലിയ നീണ്ട പട്ടികയാണ്. ഇവിടെ മുതൽ താഴെ ഈ അറ്റം വരെയും 4 ശസ്ത്രക്രിയ ചെയ്തതിൻ്റെ പാടാണ് ഇവിടെ താഴെ അറ്റം വരെ ഉള്ളത്. അകത്തും പുറത്തുമുള്ള എല്ലാ അവയവങ്ങളും ചെയ്തതാണ്. ഇങ്ങനെ അറ്റം ഓപ്പറേഷൻ ടേബിളിൽ ഇട്ടാണ് തൈലാഭിഷേകം നടത്തിയത്. പുറത്തോട്ട് എടുക്കാൻ മേലെ തീർന്നു, എന്നാൽ ഇതോട് കഴിഞ്ഞങ്ങ് വിട്ടേക്കാം എന്ന് വിചാരിച്ച് അത് തിരുമേനിമാർ 2 പേരും കൂടെ വന്ന് അവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി അവിടെ വെച്ച് തൈലാഭിഷേകം ചെയ്തതാണ്. അപ്പോൾ അതിൽ നിന്നുമായി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. അപ്പോൾ ഈ വാക്യത്തിൻ്റെ അർത്ഥം എത്രമാത്രം ശരിയാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. അവൻ നിന്റെ എന്താ പറഞ്ഞ് സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു എന്നുള്ളത്. 2, he redeems your life from the pit. നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. 4ാമത്തെ വാക്യം, നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. ഇതിൻ്റെ ഇംഗ്ലീഷിൽ he redeems your life from the pit, കുഴിയിൽ നിന്നെന്ന, അത് ഗീഹാന എന്ന് വേണമെങ്കിൽ പറയാം. നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു എന്നാണ് നമ്മുടെ ബൈബിളിൽ ഉള്ളത്. എങ്കിലും എനിക്കിഷ്ടമുള്ളത് POC കത്തോലിക്കരുടെ പരിഭാഷയാണ്. അവിടെ പറയുന്നത് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു എന്ന്. അതാ ശരിയായിട്ടുള്ളത്, നാശത്തിൽ നിന്നല്ല. അതാ ഫ്രം ദ പിച്ച് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പാതാളത്തിൽ നിന്ന്. മരിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോകുന്നത്? പാതാളത്തിലേക്കാണ്. അവിടെ നിന്നാണ് നിന്നെ രക്ഷിക്കുന്നത്. മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു, ഉദ്ധരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നതിൻ്റെ അർത്ഥം. മരണത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നു. നാശത്തിൽ നിന്ന് പറഞ്ഞാൽ അർത്ഥം അത്രയും വരില്ല. പാതാളത്തിൽ നിന്ന് പറഞ്ഞാൽ അർത്ഥം കുറേ കൂടെ വരും. കാരണം മരിച്ചവരെല്ലാവരും പാതാളത്തിലേക്കാണ് പോകുന്നത്. അപ്പം മരണത്തിൽ നിന്ന് നിന്നെ വീണ്ടെടുക്കുന്നു, ഒരു പുതിയ ജീവൻ നിനക്ക് തരുന്നു എന്നുള്ളത്. ഇതാരിൽ കൂടിയായി ഈ പുതിയ ജീവൻ നമുക്ക് ലഭിച്ചിരിക്കുന്നത്? യേശു ക്രിസ്തുവിൽ കൂടിയാണ് ഈ പുതിയ ജീവൻ നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. മോറാനേ ശുംശിഹ പ്രാർത്ഥനയിൽ എന്താ ചൊല്ലുന്നത്? കർത്താവേ, നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം, നിന്റെ സ്നേഹം നിന്റെ ഇടത്തിൽ നിന്ന് ഞങ്ങളുടെ അടുക്കലേക്ക് നിന്നെ ഇറക്കിക്കൊണ്ട് വന്നു. ഫുൾ സ്റ്റോപ്പാ. നിന്റെ ഇറക്കി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കരുത്. ഇനി ഇറക്കി വരേണ്ട കാര്യമില്ല. ഇറക്കിക്കൊണ്ട് വന്നു എന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അത് കഴിഞ്ഞ ഒരു അപേക്ഷ, എന്ത്? ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമെന്നും. അപ്പോൾ അവിടെ പറയും ഞങ്ങളുടെ മരണത്തെ നീക്കി, അതാ നാശകരമായ കുഴിയിൽ നിന്ന് ഞങ്ങൾ വിടുവിച്ചു എന്ന് പറയുന്നത്. ഇതാണ് നാം പ്രത്യേകിച്ചും ഓർക്കേണ്ടത്. എബ്രായ ലേഖനം 2-ാം അധ്യായം 15-ാമത്തെ വാക്യം, തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വീണ്ടെടുത്തു എന്ന്, വിടുവിച്ചു എന്ന് അവിടെ പറയുന്നു. അപ്പോൾ നമുക്കിവിടെ പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ ഇത് ദാവീദ് എഴുതിയപ്പോൾ നാശകരമായ കുഴിയിൽ നിന്ന് വീണ്ടെടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ അത്രയും വരില്ല. നമുക്ക് പറയാം മരണത്തിൽ നമ്മെ കർത്താവ് ജീവിപ്പിച്ചു എന്നുള്ളത്. ആ ഒരു അനുഭവത്തിലാണ് പാപമരണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച് ജീവൻ്റെ അവസ്ഥയിലേക്ക് കർത്താവ് കൊണ്ടുവന്നു. അതുകൊണ്ടാണ് പറയുന്നത് പുത്രനുള്ളവന്, പറയാമോ പിന്നെന്താ? പുത്രനുള്ളവന് ജീവനുണ്ട്, പുത്രനില്ലാത്തവന് ജീവനില്ല എന്ന് പറയുന്നത്. അതാ പുത്രനും താൻ ഇച്ഛിക്കുന്ന ഏവനും താൻ ജീവനെ കൊടുക്കുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മളെ പ്രത്യേകിച്ച് ഓർക്കുവാനുള്ള 3 കാര്യങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ആകെ എത്രയെന്നാണ് ഞാൻ പറഞ്ഞത്? 6 കാര്യങ്ങൾ. 4-ാമത്തെ കാര്യം, കരുണയും ദയയും നിന്നെ അണിയിക്കുന്നു എന്നില്ലേ? കരുണയും ദയയും നിന്നെ അണിയിക്കുന്നു. എവിടെ അണിയിക്കുന്നു? കാലിലോ, അതോ അരയ്ക്കോ, അതോ നെഞ്ചത്തോ? ആ തത്വം ശരിയല്ല. അണിയിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ. അത് പകരമായിട്ട് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു എന്ന് വേണം പറയേണ്ടത്. അതാ ഹി ക്രൗൺസ് യു എന്നാണ് ഇംഗ്ലീഷിലുള്ളത്. അതായത്
He crowns you with loving kindness and tender mercies. ക്രൗൺ എന്ന് പറഞ്ഞാൽ കിരീടമാണ്. അപ്പം കിരീടമായിട്ട് നമ്മൾ തലയിൽ വെക്കുന്ന കാര്യമല്ല, ചുമ്മാ അത് അണിയിക്കുകയല്ല. മലയാളത്തിൽ അതൊന്ന് മാറ്റി നിങ്ങളത് ഓർക്കണം. കത്തോലിക്കരുടെ പരിഭാഷയിലുള്ളത് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു, നിന്നെ കിരീടമണിയിക്കുന്നു എന്ന്. എന്താ അതിൻ്റെ അർത്ഥം? രാജകീയമായ പദവി, കിരീടം നമുക്ക് വയ്ക്കുമ്പോൾ ഒരു റോയൽ ഒരു സ്റ്റാറ്റസ് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അത് ദൈവത്തിൻ്റെ പ്രത്യേകിച്ചുള്ള 2 സ്വഭാവങ്ങളാണ് ഇവിടെ പറയുന്നത്. എന്താ? ഒന്ന് കരുണയും ദയയും. ഇത് ദൈവത്തിൻ്റെ ആദ്യ സ്വഭാവമാണ്, സഹജമായ സ്വഭാവമാണ്. അതാണ് നമ്മളെ അണിയിക്കുന്നത്, കിരീടമായിട്ട് അണിയിക്കുന്നത്. മറ്റതൊക്കെ വാടിപ്പോകുന്ന കിരീടങ്ങളാണ്, ഇത് വാടിപ്പോകാത്ത കിരീടമാണ്. അതുകൊണ്ട് ഒരാൾ പറയുന്നത് കൃപയാകുന്ന മുത്തും ആർദ്രതയാകുന്ന വെൽവെറ്റും കരുണയാകുന്ന ലൈനിങ്ങും കൊണ്ട് മെടഞ്ഞ കിരീടമാണ് തലയിൽ വയ്ക്കുന്നത്. ഒന്നുകൂടെ പറയാം. കൃപയാകുന്ന മുത്ത്, ആർദ്രതയാകുന്ന വെൽവെറ്റ്, കരുണയാകുന്ന ലൈനിങ്, ഇതുകൊണ്ടുള്ളതായ ഒരു കിരീടമാണ് നമ്മെ അണിയിക്കുന്നത് എന്ന്. പോകട്ടെ, സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അത് വിടുകയാണ്. 5-ാമത്തേതിലേക്ക് നമ്മൾ കടക്കുന്നു. നിന്റെ വായിക്ക് പിന്നത്തെ നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു, അല്ലെങ്കിൽ ഉത്തമമായ ഭക്ഷണം നിനക്ക് നൽകുന്നു എന്ന് നമുക്ക് പറയാം. വായിക്ക് തൃപ്തി വരുത്തുന്നത് എപ്പോഴാണ്? നല്ല ഭക്ഷണം കഴിക്കുമ്പോഴാണ്. അതുകൊണ്ട് ഉത്തമമായ ഭക്ഷണം നമുക്ക് നൽകുന്നു, സംതൃപ്തി ഉളവാകുന്ന ഏറ്റവും വലിയ അതാണ്. പുതിയ നിയമ പശ്ചാത്തലത്തിൽ നമുക്കിതെങ്ങനെ മനസ്സിലാക്കാം? ഏറ്റവും നല്ല ഉത്തമമായ ഭക്ഷണം എന്താ? പുതിയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ കർത്താവിൻ്റെ തിരുശരീരങ്ങൾ, തിരുശരീരങ്ങൾ, അതാ ഏറ്റവും ആയിട്ടുള്ളത്. ഹീസ് ദ ലിവിങ് ബ്രെഡ് ഹു ഗിവ്സ് സാറ്റിസ്ഫാക്ഷൻ. നമുക്ക് സംതൃപ്തി വരുത്തുന്ന ജീവനുള്ള അപ്പമാണ് കർത്താവ്. ആ അപ്പം കൊണ്ട് നമ്മൾ തൃപ്തി വരുത്തുന്നു എന്നാ പറയുന്നത്. മറ്റു അപ്പവും വെള്ളവും ആയാൽ ദാഹവും ക്ഷീണവും വരും. എന്നാൽ ഈ അപ്പം പൈതാഹങ്ങളെയൊക്കെ നീക്കുന്നതാണ്. ഇതാണ് നമുക്ക് പൂർണ്ണ സംതൃപ്തി നമുക്ക് നൽകുന്നതാണ്. അപ്പോൾ എന്തൊരു അനുഭവമാണ് പുതിയ നിയമത്തിൽ. അവൻ വായിക്കുന്ന നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. കുർബാനയുടെ കർത്താവിൻ്റെ ശരീരങ്ങൾ തന്ന് നമുക്ക് തൃപ്തിയും അതുപോലെ തന്നെ ശക്തിയും നൽകുന്നു. ഇനി 6-ാമത്തത് 5-ാമത്തെ വാക്യത്തിലുണ്ട്. കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം. അത് കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം കഴിഞ്ഞാൽ അതാണോ? തൃപ്തി വരുത്തുന്നു. ഇവിടെ കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ പുതുശക്തി നമുക്ക് നൽകുന്നു എന്നുള്ളതാണ്. കഴുകനെ പറ്റി ഒരു സങ്കല്പമുണ്ട്. എന്താണെന്നറിയാമോ? ഈ കഴുകൻ സൂര്യനെ നോക്കി നേരെ അങ്ങോട്ട് കുതിച്ച് പാഞ്ഞ് ചെല്ലും. പക്ഷേ ചൂടേക്കുമ്പോൾ താഴോട്ട് വീഴും. സമുദ്രത്തിൽ വീണും പതിക്കുമ്പോൾ ആകപ്പാടെ അവിടെ നിന്ന് വീഴും. വീണ് കഴിയുമ്പോൾ പിന്നെ പതുക്കെ ആ ഉപ്പുവെള്ളമെല്ലാം ദേഹത്ത് പതിഞ്ഞൊക്കെ വരുമ്പോൾ ശക്തി കിട്ടും. പിന്നെയും അത് മുകളിലേക്ക് പോകും. അപ്പോൾ പുതുശക്തി പ്രാപിച്ചും കൊണ്ടായി പോകുന്നത്. ഇത് കഴുകനെ പറ്റിയുള്ളൊരു സങ്കല്പമാണ്. അതാണ് ഇവിടെ ഉള്ളത്. അവൻ നമുക്ക് പുതുശക്തി നൽകുന്നുണ്ട്. ഈ ശക്തി ഏതാണ് എന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് നൽകുന്നു പുതിയ നിയമ പശ്ചാത്തലത്തിൽ. അപ്പം നമുക്ക് നോക്കുമ്പോൾ എന്തൊക്കെ കിട്ടുന്നു എന്നുള്ളത്, ശരീരത്തിലും ആത്മാവിനും 6 കാര്യങ്ങൾ. ഈ 6 കാര്യങ്ങളും നമുക്ക് നമ്മുടെ മാമോദീസായോട് ബന്ധപ്പെടുത്തി ചിന്തിക്കാം. ശരിയാണോ? ആദ്യത്തേത് എന്താ? പാപമോചനം. മാമോദീസയിലുണ്ടല്ലോ മാമോദീസ ഒന്ന് മാത്രം നമ്മൾ പറയുന്നില്ലേ? പിന്നത്തെ 2-ാമത്തെ എന്താ? രോഗങ്ങൾക്ക് അത് അതിനോട് ചേർന്ന് പോകുന്നതാണ്. പിന്നെ നമുക്ക് ശക്തിയിലെ പുതിയ ശക്തി പരിശുദ്ധാത്മാവിനെ പിന്നെ കിരീടമണിയിക്കുന്നു. മാമോദീസയിൽ കിരീടമണിയിക്കുന്നുണ്ടല്ലോ. മുമ്പില്ലായിരുന്നു. മുമ്പ് അച്ഛൻ്റെ കയ്യിൽ പിന്നെ കയ്യോള ഊരി തലയിലോട്ട് വയ്ക്കുകയുണ്ടായിരുന്നുള്ളൂ പണ്ട് കാലത്തൊക്കെ. ഇപ്പം പിന്നെ കിരീടങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പല ഷേപ്പിലുള്ളതും പല സൈസിലുള്ളതൊക്കെ ഉണ്ട്. ആ കിരീടം അണിയിക്കുന്നു. പിന്നെ വായിക്ക് തൃപ്തി വരത്തക്കവണ്ണം കുർബാന നൽകുന്നു. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മാമോദീസായോട് ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കാവുന്ന വലിയ അനുഗ്രഹങ്ങളാണ് എന്ന് നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങളാണ് ഇതുവരെ കേട്ടത്. ഒന്ന്, എങ്ങനെ നാം സ്തോത്രം ചെയ്യണം. എങ്ങനെ? ഹൃദയത്തിൽ നിന്ന്
ഹൃദയംഗമമായി സ്തോത്രം ചെയ്യണം. 2, എന്തിനു വേണ്ടി സ്തോത്രം ചെയ്യണം? 6 കാര്യങ്ങൾ. 1, പാപങ്ങൾ മോചിക്കുന്നതിന് വേണ്ടി. 2, രോഗങ്ങൾ സൗഖ്യമാക്കുന്നതിന് വേണ്ടി. പിന്നെ നന്മയും കരുണയും നമ്മളെ കിരീടമണിയിക്കുന്നതിന് വേണ്ടി. വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നതിന് വേണ്ടി. പുതുശക്തി നമുക്ക് നൽകി നമ്മളെ ഉയർത്തുന്നതിന് വേണ്ടി. ഇതെല്ലാം നമുക്ക് ദൈവം തരുന്ന കൃപകൾ. അതിപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നതിന് വേണ്ടി ദൈവത്തെ സ്തോത്രം ചെയ്യണം, സ്തുതിക്കണം എന്നാണ്. ഇനിയും 3-ാമത്തെ കാര്യം, ദൈവം നമുക്ക് എന്ത് ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൃതജ്ഞത അർപ്പിക്കുകയാണ് ഇതുവരെ. എന്നാൽ ഇനി തുടർന്നുള്ള ഭാഗത്ത് ദൈവം ആരാണ് എന്നുള്ള ആ അടിസ്ഥാനത്തിലാണ് നാം ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നത്. ഹൂ ഈസ് ഗോഡ്? ദൈവം ആരാ? ദൈവം ആരായിരിക്കുന്നു? തൻ്റെ ഉണ്മയിൽ, സ്വഭാവത്തിൽ താൻ ആരാണ് എന്ന് ഇവിടെ പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാട്ടെ. സൈന്യങ്ങളുടെ യഹോവയെന്നോ, വീരപരാക്രമിയായി ചെയ്യുന്ന ദൈവമെന്നോ, സർവശക്തനും സർവവല്ലഭനുമായ ദൈവമെന്നോ ഈ പറയുന്നത് ഒന്നും അവിടെ ഇല്ല. പിന്നെന്താ അവിടെ ഉള്ള ചിത്രം? കരുണയും മനസ്സലിയുമുള്ള പിതാവ്. ദൈവത്തിൻ്റെ ചിത്രം 103-ാം സങ്കീർത്തനത്തിൽ കരുണയും ദൈവമുള്ള പിതാവ്. അതുകൊണ്ട് അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട്. ദൈവത്തിൻ്റെ ഒരു ചിത്രം ഇവിടെ ഈ സങ്കീർത്തനത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന ആരായിട്ടാണ്? ആസ് എ ലവിങ് ഫാദർ. അതുകൊണ്ട് ആ സ്തോത്രം നമുക്ക് അർപ്പിക്കുവാൻ തോന്നുന്നത്. എൻ്റെ അപ്പച്ചൻ, എൻ്റെ പിതാവ്, ഇത് വലിയ അനുഭവമാണ്. 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, അപ്പൻ്റെ മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. കരുണയും കൃപയും നിറഞ്ഞവൻ, ദീർഘക്ഷമയും മഹാദയുമുള്ളവൻ, നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യാതിരിക്കുന്നവൻ, നമ്മുടെ അകൃത്യങ്ങൾക്ക് അനുസൃതമായി പ്രതികാരം ചെയ്യാത്ത ആർദ്രവാനായ പിതാവ്. ഇതെല്ലാം ഓർക്കുമ്പോൾ സച്ച് എ ലവിങ് ഫാദർ. ദൈവത്തെപ്പറ്റി ഇത്ര ഉദാത്തമായ ഒരു ചിത്രം പഴയ നിയമത്തിൽ വേറെ അധികമൊന്നും ഇല്ല. പഴയ നിയമത്തിലെ ദൈവത്തിനെ പറ്റിയുള്ള ചിത്രം മുഴുവനും സൈന്യങ്ങളുടെ യഹോവ, വീരപരാക്രമിയായ ദൈവം, ആ വിധത്തിലൊക്കെ ഉള്ള ചിത്രമാണ്. എന്നാൽ ഇവിടെയാണ് എങ്ങനെയുള്ള ചിത്രമാണ് നമുക്കുള്ളത്? ആർദ്രവാനായ പിതാവ്. ഹീസ് അവർ ലവിങ് ഫാദർ. യേശു ക്രിസ്തു വന്നിട്ട് ദൈവത്തെ എങ്ങനെയാണ് വെളിപ്പെടുത്തി തന്നത്? ആരാണെന്നാണ് നമ്മളോട് പറഞ്ഞത്? പിതാവ്. പ്രാർത്ഥിക്കുന്നത് എങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അബ്ബാ എന്ന് വെച്ചാൽ പിതാവേ. ആ പ്രാർത്ഥന പിതാവേ, ദൈവത്തിൻ്റെ ഒരു വലിയ ചിത്രമാണ് പിതാവ് എന്നുള്ളത്. എന്നാൽ ഇത് യഹൂദന്മാരാരും ദൈവത്തെ അബ്ബാ എന്ന് വിളിക്കില്ല. അബ്ബാ എന്നുള്ള വാക്ക് നമ്മൾ മനുഷ്യർ, കുഞ്ഞുങ്ങൾ അവരുടെ അപ്പനെ വിളിക്കുന്ന പേരാണ് അബ്ബ എന്നുള്ളത്. അബോ എന്നുള്ള സുറിയാനിയിലുള്ളത്. അത് മാനുഷികരായ എൻ്റെ മകളും എന്നെ വിളിക്കുന്നതാണ് അബ്ബ എന്നുള്ളത്. എന്നാൽ ആ വാക്കെടുത്ത് ദൈവത്തോട് പ്രയോഗിക്കുന്നത് തെറ്റാണ്. അതുകൊണ്ട് യഹൂദന്മാർ ഒരിക്കലും ദൈവത്തെ അബ്ബ എന്ന് പറയത്തില്ല. എന്തുകൊണ്ട്? മനുഷ്യർക്ക് ഉപയോഗിക്കുന്ന വാക്ക് ദൈവത്തിന് ഉപയോഗിക്കുന്ന വലിയ തെറ്റാ. അത് ദൈവത്തിനോട് കാണിക്കുന്ന ഏറ്റവും മര്യാദകളാണ്. അതുകൊണ്ട് അവർ ഒരിക്കലും അത് ഉപയോഗിക്കില്ല. എന്നാൽ കർത്താവ് വന്നപ്പോഴോ ആ വാക്ക് തന്നെ ഉപയോഗിക്കാനാണ് നമ്മളെ പഠിപ്പിച്ചത്. അബ്ബാ എന്ന് ചൊല്ലാനാ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അത്രമാത്രം ഇൻറ്റിമസി, അത്രമാത്രം അടുപ്പവും ഉറപ്പവും ഈ പിതാവിനോട്, ദൈവത്തോട് നമുക്കുണ്ട്. ഹീ ഈസ് മൈ ലവിങ് ഫാദർ. എൻ്റെ അപ്പച്ചനാണ്. എനിക്ക് അങ്ങോട്ട് അടുത്ത് ചെല്ലുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് ആ ഒരു അനുഭവത്തിലാണ്. ഈ പിതാവ് തെറ്റിപ്പോകുന്നവരെ കരുണയോടും ദയവോടും സ്വീകരിക്കുന്നവനാണ് എന്ന് നമുക്ക് എങ്ങനെ അറിയാം? തെറ്റിപ്പോകുന്നവരെ സ്വീകരിക്കുന്നവനാണ് ഈ പിതാവ് എന്ന് നമുക്ക് എങ്ങനെ അറിയാം? കർത്താവ് ഒരു ഉപമയിൽ കൂടി അത് വെളിപ്പെടുത്തി. ഏത് ഉപമ? മുടിയനായ പുത്രൻ്റെ ഉപമയിൽ കൂടി, ധൂർത്തുപുത്രൻ്റെ ഉപമയിൽ കൂടി ഈ പിതാവ്, സ്വർഗീയനായ പിതാവ് തെറ്റിലേക്കും അപരാധത്തിലേക്കും കുഴപ്പത്തിലേക്കും ഒക്കെ പോയിട്ടുണ്ടെങ്കിലും തിരിച്ചു വരുമ്പോൾ ചേർക്കുന്ന ഒരു പിതാവാണ് ലവിങ് ഫാദർ എന്നുള്ളത്. നമ്മുടെ ബലഹീനത അവിടുന്ന് അറിയുന്നു. 1 യോഹന്നാൻ 3:1 ഒന്ന് ഉറക്കെ വായിച്ചാട്ടെ ആരെങ്കിലും. 1 യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം
ഒന്നാമത്തെ വാക്യം, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. എന്നിട്ട് പിന്നെന്താ പറയുന്നത്? നാം അങ്ങനെ ആകുന്നു. നമ്മൾ ആരാ? ദൈവത്തിൻ്റെ മക്കൾ. അതുകൊണ്ടാണ് നമ്മൾ വിളിക്കുന്നത്. എന്തോ വിളിക്കുന്നത്? അബ്ബാ എന്ന് വെച്ചാൽ പിതാവേ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഈ വലിയ പദവി നമുക്ക് ലഭിച്ചത് കൊണ്ടാണ് ദൈവത്തിൻ്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ നമുക്ക് ഇടയാകുന്നത്. ആ ഒരു വലിയ ലവ്, സോ അമേസിങ്, സോ ഡിവൈൻ, ഡിമാൻഡ്സ് മൈ സോൾ, മൈ ലൈഫ്, മൈ ഓൾ. ഇതാണ് ആ സ്നേഹത്തെപ്പറ്റി എനിക്ക് ദൈവത്തിൻ്റെ പറ്റിയുള്ള നമ്മുടെ ചിത്രം എന്തായിരിക്കണമെന്നാണ് നാം മൂന്നാമത്തെ പോയിൻ്റായിട്ട് ചിന്തിച്ചത്. ദൈവത്തെ പിതാവായി കണ്ട് മനസ്സിലാക്കി സങ്കീർത്തനക്കാരൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് കരുണയും കൃപയും നിറഞ്ഞവനാണ്, ദീർഘക്ഷമയും മഹാദയവുമുള്ളവനാണ്, നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മളോട് ചെയ്യുന്നവനല്ല, അകൃത്യങ്ങൾക്ക് അനുസൃതമായി നമ്മൾ പ്രവർത്തിക്കുന്നവനല്ല, ആദ്യവാനായ ഒരു പിതാവ്. ആ പിതാവിനെയാണ് നമ്മൾ എന്തോ ചെയ്യേണ്ടത്? സ്തോത്രം ചെയ്യേണ്ടത്, സ്തുതിക്കേണ്ടത് എന്നാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഇനി അവസാനത്തെ കാര്യം, നാലാമത്തെ പോയിന്റും കൂടി പറഞ്ഞുകൊള്ളട്ടെ. കൃതജ്ഞതയുടെ ആത്മാർത്ഥതയും സത്യസന്ധതയും എങ്ങനെ വെളിപ്പെടുത്താം? അവർ ഗ്രാറ്റിറ്റ്യൂഡ്, ഹൗ ക്യാൻ വി മാനിഫെസ്റ്റ് അവർ ഗ്രാറ്റിറ്റ്യൂഡ് ടു ഗോഡ്? ദൈവത്തോട് നമ്മൾ കൃതജ്ഞതയും നമ്മുടെ അതുപോലെ തന്നെ കൃതജ്ഞതയും സ്തോത്രവും അതെങ്ങനെ നമുക്ക് സത്യസന്ധമായി വെളിപ്പെടുത്താം എന്നുള്ളതാണ് the test of genuine thanksgiving എന്ന് വേണമെങ്കിൽ പറയാം. the test of genuine thanksgiving. സ്തോത്രം നാവുകൊണ്ട് പറഞ്ഞാൽ ഒക്കില്ല. അത് ശരിയായിട്ടുള്ള സ്തോത്രമാണെങ്കിൽ അതെങ്ങനെ വരണം എന്നുള്ളത് കേൾക്കാം. 20-ാമത്തെ വാക്യം ഒന്നോർക്ക് വായിച്ചാട്ട്, വേഴ്സ് 20. ആ ആ ആ പിന്നെ അപ്പൊ യഹോവയെ വാഴ്ത്തുന്നത് ആരാ? അവന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷകരെ. മാലാഖമാരെ പറ്റിയാ അവിടെ പറഞ്ഞിരിക്കുന്നത്. എങ്കിലും ഇത് നമ്മളോട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിക്കുവാനുള്ള യോഗ്യത എന്താ? വെറുതെ ഇങ്ങനെ സ്തുതിച്ചാൽ പോലെ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി നമ്മൾ തീരുമ്പോൾ മാത്രമേ തനി യുക്തമായ സ്തുതിയും സ്തോത്രവും കൃതജ്ഞതയും അർപ്പിക്കുവാൻ നമുക്ക് കഴിയുള്ളൂ. കേവലം സ്തുതി അർപ്പിക്കുക മാത്രമല്ല, അവിടുത്തെ വചനം കേട്ട് ആജ്ഞ അനുസരിക്കുന്ന, അവിടുത്തെ ഇഷ്ടം ചെയ്യുന്ന ആ ഒരു അനുഭവത്തിലേക്ക് നാം എത്തണം. കർത്താവ് പറഞ്ഞു, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവന് ആരുമല്ല, പിന്നെ ആരാ? അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ്. ആ ചെയ്യുന്നതിലാണ് പ്രവൃത്തി പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് ഞാൻ ഏതാണ്ട് 11 പോകുന്നു. എൻ്റെ വാക്കുകളെ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാൻ ചോദിക്കാൻ ഒന്നുകൂടി ഒന്ന് ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഈ 103-ാം സങ്കീർത്തനം എന്നെ വളരെ സ്പർശിച്ചിട്ടുള്ളതാണ്. ചെറുപ്പത്തിൽ ഞാനിത് കേൾക്കുന്നത് എൻ്റെ അമ്മ ഇതിങ്ങനെ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു. കാണാപ്പാടം 4-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. വലിയ പഠിത്തമൊന്നും ആളുമല്ല, നാട്ടും പുറത്തുകാരിയാണ്. പക്ഷേ ഈ സങ്കീർത്തനം ഇങ്ങനെ 103-ാം സങ്കീർത്തനം എന്മേ യഹോവയെ വാഴ്ത്തുകാരുടെ സർവ്വം അതിങ്ങനെ ചൊല്ലുന്നത് കേട്ടപ്പോൾ മുതലാണ്, ഞാൻ കൊച്ചായിരിക്കുമ്പോൾ മുതൽ മടിയിൽ ഇരുന്ന കാലം മുതൽ ഓർമ്മയുള്ള ഒരു സങ്കീർത്തനമാണ് 103-ാം സങ്കീർത്തനം. ഞാൻ അതിനെപ്പറ്റി പഠിച്ചപ്പോഴാണ് ഇത് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുവാനുള്ള അതിൻ്റെ കാരണങ്ങൾ, എന്തിനു വേണ്ടി, എങ്ങനെ, ദൈവം ആരാണെന്നുള്ളത്, ഇതിൻ്റെ സമസ്ത കാര്യങ്ങളും വെളിപ്പെടുത്തുന്ന അതിമനോഹരമായിരിക്കുന്ന ഒന്ന്. നാം പ്രാർത്ഥനയിൽ എന്താ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നും കൂടി നാം മനസ്സിലാക്കി. അപേക്ഷയല്ല, സ്തോത്രമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പരാതിയും പിറുപിറുപ്പും ഒക്കെ മാറ്റുന്നതിന് ഒരു കാര്യം മാത്രം മതി. എപ്പോഴും ദൈവമേ നിനക്ക് സ്തുതി, 1000-10,000 സ്തുതി. ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്ന ഒരു അനുഭവത്തിൽ നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഒന്നായിട്ട് ഈ സങ്കീർത്തനം തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതിങ്ങനെ അധരം കൊണ്ട് സ്തുതി സ്തോത്രം പറയുമല്ല, ഫ്രം ദ ബോട്ടം ഓഫ് അവർ ഹാർട്ട്
താങ്കിങ് ഗോഡ്. ഞാനിപ്പോഴും ഓർക്കുന്നത് ഈ 90-ാം വയസ്സിലും തമ്പുരാൻ ആരോഗ്യം ഇനി 3 പ്രോഗ്രാമുണ്ട്. അതിലും ഇപ്പം പോകുന്നൊരു ശവടക്കിനാണ് പോകുന്നത്. ദൈവം ആരോഗ്യം തന്നു, ഇപ്പോഴും അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, എഴുത്തും നടക്കുന്നുണ്ട്. ചിന്താവിഷയം 27 വർഷമായി അത് മുടങ്ങാതെ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഇന്നും രാവിലെ ഒരാൾ മദ്രാസിൽ വിളിച്ചു, ഒരു ബ്രാഹ്മിനാണ് അദ്ദേഹം. കഴിഞ്ഞ ആഴ്ചത്തെ ചിന്താവിഷയത്തെ പറ്റി ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന ആളാണ്, ഒരു CA-കാരനാണ്, മനോജ്. അയാൾ വിളിച്ച് പറഞ്ഞിരുന്നു. ഞാൻ അവസാനമായിട്ട് 90-ാം ജന്മദിനത്തോടനുബന്ധിച്ചൊരു പുസ്തകം പ്രകാശനം ചെയ്തെന്ന് പരിചയപ്പെടുത്തുന്നു മാത്രം. 90 ചിന്താമലരുകൾ എന്നുള്ള പേരിലുള്ള ഈ പുസ്തകം CSS ആണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ബുക്ക് സ്റ്റോളിലുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഈ പുസ്തകം ഇന്നത്തെ ചിന്താവിഷയം തന്നെയാണ്, പക്ഷേ അത് സെലക്ട് ചെയ്ത് അത് പ്രത്യേകിച്ച് ഗ്രൂപ്പ് തിരിച്ച് വിഷയം അനുസരിച്ച് ചെയ്തിരിക്കുന്ന ഒന്നാണ്. ആ പുസ്തകവും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നു. ഇതാണ് ഇപ്പോൾ എൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുസ്തകം. മറ്റു ചിലതും പണിപ്പുരിയിലൊക്കെ ഉണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കണം എന്ന് മാത്രം എനിക്ക് അപേക്ഷിക്കുവാനുണ്ട്. ഇത്രയും കൊച്ചമ്മമാർ അതെല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനയിലും അച്ഛന്മാരും ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു ശക്തി കിട്ടും. എനിക്കതാണ് എൻ്റെ വലിയൊരു മൈ പവർ എന്തെന്ന് ചോദിച്ചാൽ, ദി പ്രേയേഴ്സ് ഓഫ് മൈ അച്ഛൻസ്, മൈ ഫ്രണ്ട്സ് എന്ന് ഞാൻ പറയും, സ്റ്റുഡൻസ് എന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ സഹോദരന്മാരായ വൈദികർ അവരെ കുർബാന അർപ്പിക്കുമ്പോഴൊക്കെ ഗുരുക്കന്മാർ ഓർക്കുന്നു. ഇപ്പോൾ അധികം പേർക്കും ഗുരുവായിട്ട് ഞാൻ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ. അന്നത്തെ കാലത്തെ ഗുരുക്കന്മാർ ഉസ്താദ് തിരുമേനി മറ്റുള്ളവരൊക്കെ പോയി. പഴയ അച്ഛന്മാർക്ക്, ഇപ്പോഴത്തെ പുതിയ അച്ഛന്മാർക്കുണ്ട്. ഏതായിരുന്നാലും നിങ്ങൾ എന്നെ പ്രാർത്ഥനയിൽ ഓർക്കുക. പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം സഹായിക്കട്ടെ. ഈ വർഷത്തെ ഇത് കുറേ കൂടെ പ്രാർത്ഥനയെപ്പറ്റിയുള്ള ഒരു തീക്ഷ്ണമായ ചിന്തയും അനുഭവവും വരുവാൻ വന്നിരിക്കുന്ന എല്ലാ കൊച്ചമ്മമാർക്കും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് അച്ഛന്മാർക്ക് കൂടുതൽ ഉത്തേജനവും അവരുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രചോദനവും ആകുവാൻ പര്യാപ്തമാകട്ടെ എന്നും ഞാൻ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.